എങ്ങനെയാണ് ഇമെയിൽ സ്പാമിലേക്ക് പോകുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ഇമെയിൽ സെർവർ വർക്ക് ചെയ്യുന്നത്. സാധാരണ നമ്മൾ കത്തെഴുതുന്നത് നമുക്കറിയാം. കത്തയക്കുന്ന സമയത്ത് നമ്മൾ കത്തിലേക്ക് അഡ്രസ്സ് കൊടുക്കും, ഫ്രം കൊടുക്കും, ടു അഡ്രസ്സാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ ടു അഡ്രസ്സ് നമ്മൾ നിയറസ്റ്റ് പോസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ട് കൊടുക്കുന്നു. ആ പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമ്മളുടെ പിൻകോഡും സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, അങ്ങനെ സിറ്റി എല്ലാം കൂടെ അങ്ങനെയുള്ള കുറേ ഫീൽഡുകൾ വെച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നു, അതിനെ സോർട്ട് ചെയ്യുന്നു, അതിലേക്ക് കത്തയക്കുന്നു. കത്തയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് ആയിട്ട് അയക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനോണിമസ് ആയിട്ട് അയക്കാം. അപ്പുറത്ത് കിട്ടുന്ന ആൾക്ക് വേണമെങ്കിൽ അത് ചിലപ്പോൾ അതിൻ്റെ പോകുന്ന വഴിക്ക് പൊട്ടിച്ച് വായിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവിടെ എത്തുമ്പം പോസ്റ്റ്മാൻ അവിടെ കൊടുത്ത് ചുമ്മാ എറിഞ്ഞിട്ട് പോകുമായിരിക്കും, അല്ലെങ്കിൽ അവിടെ ആളെ കണ്ട് അയാളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്ന പരിപാടി ഉണ്ടാവും. അപ്പോൾ ഇത്രയും പ്രൊസീജിയർ നമ്മൾ സാധാരണ കത്തയക്കുന്ന പ്രൊസീജിയറിനകത്ത് കാണുന്നതാണ്. ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് മെയിൽ സർവീസ്, അതായത് ഇമെയിൽ സർവീസിലേക്കും അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന സെയിം സാധനം തന്നെയാണ്. നമ്മൾ എപ്പോഴും ഒരു കത്തയക്കണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ആൾക്കൊരു അഡ്രസ്സ് ഉണ്ടാവണം, അയക്കുന്ന ആൾക്കൊരു അഡ്രസ്സ് ഉണ്ടാവണം. ആ അഡ്രസ്സുകൾ തമ്മിലുള്ള കണക്ഷനാണ്. അപ്പോൾ അതെങ്ങനെയാണ്